ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവുവിനാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് നല്ലൊരു ജോലി കിട്ടുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ആയിട്ടുണ്ട്, ഒരു ജോലി ഉണ്ടല്ലോ അവിടെ. അങ്ങനെ ജോലി കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതിയെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ആ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി ടൈമിലുള്ള ടെസ്റ്റുകളും കുട്ടികളുടെ കാര്യങ്ങളും മാത്രം നോക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഡെലിവറി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതിയെ ദേവു കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ദേവു നീ പറയുന്നത്, ശ്രുതി അവിടെ കണ്ടുവന്നോ? അതേ ചേച്ചി, ഞാൻ ശ്രുതി ചേച്ചിയെ കണ്ടു. ഞാൻ ഇന്റർവ്യൂവിന് കയറാൻ പോകുന്ന സമയത്ത് ശ്രുതി ചേച്ചി അവിടെ ബില്ല് പേ ചെയ്യുന്നതാണ് ഞാൻ കണ്ടതെന്ന് പറയാണേ. നമ്മുടെ ദേവുവിന് അക്കൗണ്ട് സെക്ഷനിലാണ് കേട്ടോ ജോലി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ ചേച്ചി, അപ്പോൾ നീ ശ്രുതിയോട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി, ഞാൻ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി പോകാമെന്ന് പറയണേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ശ്രുതിയോ? ആ ഹോസ്പിറ്റലിൽ ശ്രുതി എന്തിനു വരാനാ? ചേച്ചി, എന്തായാലും ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ മാത്രം നോക്കുന്ന ഹോസ്പിറ്റലാണെന്ന് പറയണേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്, ഒന്നെങ്കിൽ ശ്രുതി പ്രഗ്നൻ്റ് ആയിരിക്കുമല്ലേനെ. അതേ ചേച്ചി, എന്തൊക്കെയോ ചെക്കപ്പ് ഒക്കെ നന്നായിട്ട് നടത്തിയിട്ടാണ് പുറത്തേക്ക് പോയതെന്ന് പറയണേ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, എന്നാൽ കുറച്ച് ദിവസമായിട്ട് ശ്രുതിയുടെ മുഖത്ത് വല്ലാത്ത ഒരു ക്ഷീണമൊക്കെ തോന്നിയിരുന്നു, എന്തായാലും അത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് രേവതി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ദേവുവിനോട് സംസാരിക്കുന്നത്. അങ്ങനെ രേവതിയാണെങ്കിൽ കിച്ചണിൽ പോയിട്ട് പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. മണമൊക്കെ കേട്ടിട്ട് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇന്നത്തെ രേവതി സ്പെഷ്യലായിട്ട് പായസമൊക്കെ? അതെ, ദേവുവിന് ജോലി കിട്ടിയതിൻ്റെ ആയിരിക്കും അല്ലേ, അതും ഒരു സന്തോഷമാണ്. അതല്ലാതെ മറ്റൊരു സന്തോഷം കൂടി ഉണ്ടെന്ന് പറയണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, വേറെ സന്തോഷമോ? അതെന്താ രേവതി? അത് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയാന്ന് പറഞ്ഞ് സച്ചിനെ അടുക്കളയിൽ നിന്ന് അങ്ങ് പിടിച്ച് തള്ളുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, സമയം ഇത്രയായല്ലോ, ഇതുവരെയും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞില്ലേന്നേ? എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതെന്താ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവളെന്താ അവിടെ വല്ല കോമ്പറ്റീഷനും ചെയ്യുവാണോ എന്ന് ചോദിക്കാനേ. എന്നാൽ ചന്ദ്രമതി അതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണത്തിന്റെ കൂടെ പായസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പോൾ ഇന്നിവിടെ സ്പെഷ്യലായിട്ട് പായസമൊക്കെ? രവി അപ്പോൾ പറയുന്നുണ്ടോ, രേവതിയുടെ അനിയത്തി ഇന്ന് ഡിഗ്രി പാസ്സായിട്ടുണ്ടല്ലോ, അതിൻ്റെ സന്തോഷത്തിനായിരിക്കുമല്ലേ ഉണ്ടാക്കിയെന്നേ. എന്നാൽ ചന്ദ്രമതി എടുത്തടിച്ച് പറയുന്നുണ്ട്, അത് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പാസ്സായതിനെ എൻ്റെ വീട്ടിലെ പാലും പഞ്ചസാരയൊക്കെ തീർക്കുന്ന എന്തിനാന്ന് എടുത്തടിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, രേവതി മോളുടെ അനിയത്തി പാസ്സായതിൻ്റെ സന്തോഷത്തിൽ അവൾ ഉണ്ടാക്കിയതിന് എന്തിനാ ചന്ദ്രേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, അച്ഛാ, ദേവു പാസ്സായതിന് മാത്രമല്ല ഞാൻ ഇന്ന് ഈ മധുരം ഉണ്ടാക്കിയത്, പിന്നെന്താ മോളെ, അതെ ശ്രുതിക്ക് വേണ്ടിയിട്ടും കൂടിയാണെന്ന് പറയുന്നുണ്ടേ. വർഷ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെന്താ ശ്രുതി ചേച്ചി പറഞ്ഞിട്ടാണോ ഇന്ന് പായസം ഉണ്ടാക്കിയത്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാ രേവതി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ അന്തിച്ച് നോക്കുകയാണ് ശ്രുതി. അപ്പോഴേക്ക് ചന്ദ്രമതിയും ശ്രുതിയെ നോക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ലല്ലോ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്താ പറയുന്നത്, ഇവനെ താലി കെട്ടിയതോട് കൂടിയിട്ട് അവളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും പോയിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും ശ്രുതി അത് കയറി പിടിച്ചിട്ട് എടാന്ന് വിളിച്ചിട്ട് ഒച്ച വെക്കുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നേ. ഈ സമയം രവി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ നിന്റെ ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ളതെന്നേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ശ്രുതിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവള് അത് ആദ്യം എന്നോടല്ലേ പറയാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ആൻറ്റി എനിക്കറിയില്ല രേവതി എന്തിനായി പറയുന്നത്, രേവതി നീ എന്താ പറയുന്നത്, എനിക്കെന്ത് വിശേഷമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശ്രുതി നീ എന്തിനാ ഇത്രയും സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നതെന്നേ. ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, രേവതി നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ, ഞാൻ എന്തിനാ മറച്ചു വെക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ശ്രുതി നീ ഒരു അമ്മയാവാൻ പോവാണെന്നുള്ള സത്യം ഇനി എന്തിനാ മറച്ചു വെക്കുന്നത്, എല്ലാവരോടും നീ തന്നെ പറയാന്ന് രേവതി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പാടെ എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട്.
ഈ സമയം രവിയുടെ കണ്ണൊക്കെ അങ്ങ് നിറയുന്നുണ്ട് കേട്ടോ സന്തോഷം കൊണ്ട്. എന്താ രവതി മോളെ നീ പറയുന്നത്? അതേച്ചാ ഇന്ന് ശ്രുതി ഹോസ്പിറ്റലിൽ പോയിരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ഒക്കെ നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണേ. ഈ സമയം എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ശ്രുതിക്ക് കൺഗ്രാജ് പറയുന്നു. ശ്രുതിക്കും ശ്രുതിനെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആ ആഘോഷത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. എന്നാൽ ശ്രുതി എന്താ പറയാൻ വരുന്നതെന്ന് പോലും കേൾക്കാനായിട്ട് ആരും നിൽക്കുന്നില്ല. എന്നാൽ ചന്ദ്ര അങ്ങ് സെൻഡി ആവുന്നുണ്ട് കേട്ടോ. എന്താ ശ്രുതി, എന്തായാലും ഈ കാര്യം രേവതി പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാന്? നീ അല്ലായിരുന്നോ എൻ്റെ അടുത്ത് പറയണ്ടേന്നൊക്കെ ചോദിക്കുകയാണേ. എന്നിട്ട് സുധീരുടെ അടുത്തും പോയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, എന്നാലും എടാ നീ പോലും എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പരിഭ്രമിക്കുന്നുണ്ടേ. സുധി ഇതൊന്നും അറിയാതെ വായും പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അമ്മേ എൻ്റെ അടുത്ത് പോലും ശ്രുതി പറഞ്ഞില്ലെന്നേ. എന്നാൽ ശ്രുതി നീ സുധിയുടെ അടുത്ത് പോലും പറയാതെയാണോ ഇത് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്തും ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി ആൻറ്റി അത് അല്ല, അതങ്ങനെയല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി ഇനി കിടന്ന് കൂടുതൽ ഉരുളൊന്നും വേണ്ട, മെറ്റർണിറ്റി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇതിൻ്റെ കൺസീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനല്ലാതെ പിന്നെ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്ര വീണ്ടും ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ശ്രുതി ഞാൻ എത്ര നാളുകൊണ്ട് നേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാവോ നിങ്ങൾക്കൊരു കുഞ്ഞ് കാണാനായിട്ട്? ഈ സന്തോഷം എന്നോടല്ലായിരുന്നോ ആദ്യം പറയണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ആൻറ്റി ഞാനത് കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണെന്നൊക്കെ. എന്നാൽ വർഷ പറയുന്നുണ്ട്, എന്ത് കൺഫ്യൂഷനാ ശ്രുതി ചേച്ചി, സിംറ്റംസിനെ കുറിച്ചൊക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും വർഷയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ആരും നമ്മുടെ ശ്രുതി പറയുന്നത് കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല. രവി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി ഈ കാര്യം നീ നേരത്തെ ഞങ്ങളോട് എല്ലാവരോടും പറയണമായിരുന്നു, പ്രത്യേകിച്ച് ഇത് കേൾക്കാൻ എൻ്റെ അമ്മ എത്രമാത്രം ആഗ്രഹിച്ചിരിക്കുന്നെന്നറിയോ. സച്ചി നീ പെട്ടെന്ന് തന്നെ അമ്മയെ വിളിച്ചിട്ട് പറയുന്ന രവി പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ, ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറയാണേ. എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, ശ്രുതി നീ എന്തിനാ ഇനി ഇങ്ങനെ പറയുന്നത്? നീ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനൊരു ജനറൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതാണേ. എന്നാൽ ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്ത് ജനറൽ ചെക്കപ്പിന് വേണ്ടിയിട്ടോ? അതെ ആൻറ്റി, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ടല്ലോ, ഇതുവരെ ഞാൻ പ്രഗ്നൻ്റ് ഒന്നും ആകാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ജനറൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ്, അല്ലാതെ കൺഫേം ആക്കാൻ പോയതല്ല എന്ന് പറയുകയാണ്. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, ഹോ എന്തായാലും അത് ജനറൽ ചെക്കപ്പിന് വേണ്ടിയിട്ടാണല്ലോ, ഞാൻ വിചാരിക്കുകയും ചെയ്തു ശ്രുതി എന്നോടല്ലേ ആദ്യം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ ഇപ്പോൾ ആവശ്യമില്ലാതെ ഇത്രയും പേരുടെ മുമ്പിൽ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരെയും ഡിസപ്പോയിൻമെൻ്റ് ആക്കിയില്ലേ? നീ എന്തിനാ എന്നോട് പോലും ചോദിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നിന്ന് വിളംബരം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അവളല്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം ഞൊളഞ്ഞു കയറാൻ മെടിക്കുകയാണല്ലോ എന്നൊക്കെ പറയുകയാണേ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളെന്താ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ലേ? പിന്നെ രേവതിക്കൊരു അബദ്ധം പറ്റിയതാണ്, പെട്ടെന്നുള്ള സന്തോഷത്തിൽ അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട്, രേവതി നിന്നോടാരാ ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞത്? അത് ദേവുനിപ്പോ ആ ഹോസ്പിറ്റലിലാണ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടിയിരിക്കുന്നതെന്ന് പറയണേ. അപ്പോഴേക്കും രേവതി ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട്, അവക്കൊക്കെ ജോലിയും കിട്ടിയോന്നേ. എന്നാൽ അപ്പോഴേക്കും ശ്രുതി പെട്ടെന്നൊരു ടെൻഷൻ ആവുന്നുണ്ട് ശ്രുതിക്ക്. ഇനിയിപ്പോൾ അവക്ക് അവിടെയാണല്ലോ എന്നൊക്കെ കരുതിയിട്ടേ, കാരണം അവിടെയാണ് നമ്മുടെ ശ്രുതി ചെക്കപ്പിനൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ശ്രുതി ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്തും അവിടെയുള്ള ഡോക്ടറെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് അവിടെ പോയിരിക്കുന്നതും. എന്നാൽ ശ്രുതി വന്നിട്ട് രേവതിയോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. രേവതി ഒരു ബൗണ്ടറിക്കപ്പുറം എൻ്റെ കാര്യങ്ങളിൽ മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, പിന്നെ എന്നോട് ചോദിക്കാതെ എൻ്റെ കാര്യത്തിൽ ഇവിടെ ഇത്രയും പബ്ലിസിറ്റി ഉണ്ടാക്കാനായിട്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി റൂമിലേക്ക് കയറി പോവാണേ. പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രുതിയും കൂടി ഇങ്ങനെ റൂമിലിരിക്കുക കേട്ടോ. ഈ സമയം ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി കണ്ടില്ലേ ആ രേവതി കാണിച്ചു വെച്ചതൊക്കെ, എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയണമായിരുന്നോന്നേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ആ സച്ചിയുടെ ഭാര്യയല്ലേ, അവരിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, അതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി നീ കണക്കിന് കൊടുത്തല്ലോ, ഇനിയിപ്പോൾ ഉടനെയെങ്ങും നിന്റെ സൈഡിലോട്ട് പോലും അവൾ വരില്ല എന്നൊക്കെ
പറയുന്നുണ്ട്. എന്നാലും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എന്തായാലും അവര് പറഞ്ഞതിലും ഇടപെട്ടതിനേക്കാളൊക്കെ വിഷമമായത് എനിക്കാണ്. എന്താന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ട് നമുക്കൊരു കുഞ്ഞ് ജനിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടു കൂടി ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം ശ്രുതിയും പറയുന്നുണ്ട്, അതേ ശ്രുതി, എന്തായാലും അവരെക്കാളും ദേഷ്യം ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെയാണ്. അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത്? അതെ, ഇത്രയും നാളായിട്ട് നമുക്കൊരു ഗുഡ് ന്യൂസ് വന്നില്ലല്ലോ ശ്രുതി. ഞാൻ ഈയിടെ എല്ലാം സ്വപ്നത്തിൽ കാണുന്നത് നമുക്കൊരു കുഞ്ഞുണ്ടായി നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതായിട്ടാണ്. അങ്ങനെ നമ്മളെ കാണാനായിട്ട് എല്ലാവരും വരുന്നതൊക്കെ ആയിട്ടാണെന്ന്. ഈ സമയം ശ്രുതി കയറി ചോദിക്കുന്നുണ്ട്, എല്ലാവരും എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനും ഉണ്ടായിരുന്നു എന്നേ? ആ, അച്ഛനും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ശ്രുതി, നീയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞ് നടക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട്, ആൺകുട്ടിയാണെങ്കിൽ ഒരു പേര്, പെൺകുട്ടിയാണെങ്കിൽ മറ്റൊരു പേരെന്നൊക്കെ പറഞ്ഞിങ്ങനെ പേരൊക്കെ പറഞ്ഞിങ്ങനെ വാതോരാതെ ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും ചോദിക്കുന്നുണ്ട്, ശ്രുതി ആ പേര് കൊള്ളില്ല, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പേര് കണ്ടുപിടിക്കാന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ഇതിന്റെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് ഇങ്ങനെയൊന്നും ആഗ്രഹമില്ലേ? നീ അങ്ങനെയൊന്നും സ്വപ്നം കാണാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നമ്മൾ എപ്പോഴും എന്തിനെ കുറിച്ചാണോ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ആ കാര്യങ്ങളായിരിക്കും നമ്മൾ സ്വപ്നത്തിൽ കാണുകയെന്നേ. എന്നാൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി അപ്പോൾ എന്താ സ്വപ്നത്തിൽ കാണാറ്? അതോ ഞാൻ വലിയ മൾട്ടി മില്യനർ ആവുന്നത്, നമുക്ക് ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവണം, പിന്നെ എൻ്റെ കീഴിൽ ഒരു 10,000 ആളുകളോളം ജോലി ചെയ്യണം, നമുക്ക് ഒരു 10-15 വീട്, അതിൽ 10-40 കാറ്, അങ്ങനെ ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആവണം, പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻമാരുടെയൊക്കെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ കൂടണം, അതൊക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് സ്വപ്നത്തിൽ കാണുക എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നമുക്കൊരു ഫാമിലി ഇല്ലേ, അതിനെക്കുറിച്ചൊന്നും നീ സ്വപ്നം കാണാറില്ലേ? ഏയ്, നമ്മളൊരു ഫാമിലി അല്ലേ, പിന്നെന്തിനാ അതിൽ കൂടുതൽ സ്വപ്നങ്ങൾ? അതല്ല ശ്രുതി, നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിനെ കുറിച്ചും നമ്മുടെ ഒരു സന്തോഷകരമായിട്ടുള്ള കുടുംബത്തെക്കുറിച്ചൊന്നും സ്വപ്നം കാണാറില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നമുക്ക് പണം ഉണ്ടാക്കണം, ഒരുപാട് പണം ഉണ്ടാക്കണം, അതാണ് ഇപ്പം നമ്മുടെ മുന്നിൽ വേണ്ടതെന്ന് പറയണേ. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ശ്രുതി നീ എന്തൊക്കെയാ പറയുന്നത്, പണം മാത്രം മതിയോ എന്ന് ചോദിക്കണേ. അല്ല ശ്രുതി, നമുക്കാണെങ്കിൽ ഒരു കുട്ടികൾ ഉണ്ടായാലും നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് വേണം എന്ന് പറയണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അതൊക്കെ പണമൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം, എന്നാൽ കുട്ടികളെന്ന് വെച്ചാൽ ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പരിഭവം പറയുന്നുണ്ട്. ശ്രുതിയപ്പോ പറയുന്നുണ്ട്, അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കുട്ടികൾ വേണ്ടെന്നൊന്നും അല്ലല്ലോ എന്നേ. എന്നാൽ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ പിടിച്ചിട്ട് അവിടെ കട്ടിലയിൽ ഇരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ? അതിനെന്തിനാ ശ്രുതി എന്നോട് പെർമിഷനൊക്കെ ചോദിക്കുന്നത്? നീ എന്താന്ന് വെച്ചാൽ പറയുന്നേ. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്താ ശ്രുതി നിനക്ക് വല്ല പനിയോ മറ്റോ ഉണ്ടോന്നേ? അല്ല ശ്രുതി, നമ്മുടെ വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തോളം ആയല്ലോ, നമുക്ക് ഇതുവരെ വിശേഷമൊന്നും ആയിട്ടില്ല, കൺസീവ് ആയിട്ടില്ല, അപ്പം നമുക്കതിൻ്റെ ചെക്കപ്പ് ഒന്ന് പോയി നടത്തിയാലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ കൈ അങ്ങ് വിടുവിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് എഴുന്നേക്കുകയാണേ. ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ പതുക്കെ ശ്രുതിയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് തിരിഞ്ഞു നിന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി നീ ഇപ്പം എന്തിനാ ചെക്കപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞത്? അല്ല ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്താലല്ലേ കുട്ടികൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ അറിയുള്ളൂ, അതല്ലേ ശ്രുതി ഞാൻ പറഞ്ഞത്, ഉണ്ടാവുമ്പോൾ ഉണ്ടാകട്ടെ എന്ന്. പിന്നെ ഇപ്പോൾ നീ ചെക്കപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എങ്കിൽ പിന്നെ നീ പോയി ചെക്കപ്പ് ചെയ്തോ, അതിന് ഞാൻ എന്തിനാ വരുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അതെ എനിക്ക് പ്രശ്നമില്ലെന്നും കൂടിയിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ഇതൊരു നോർമൽ ചെക്കപ്പാണ്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇത്രയും ഏജ് ആയില്ലോ നമുക്ക്, അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിപ്പോൾ നമുക്ക് 50-100 വയസ്സൊന്നും ആയില്ലല്ലോ, പിന്നെ ഇതെന്താ വല്ല മാസ ശമ്പളമാണോ? കറക്റ്റ് 1-ാം തീയതി ആകുമ്പോഴത്തേക്കിനും ഇങ്ങോട്ട് കുട്ടികൾ ഉണ്ടാവാനായിട്ട്, അത് പതുക്കെ ഏതെങ്കിലും ഒരു സമയം ആകുമ്പോഴത്തേക്കിന് ഇങ്ങ് കുട്ടികൾ ഉണ്ടായേക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഐ ആം കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് എന്നിങ്ങനെ പറയാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാനതിന് ശ്രുതിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്നല്ലല്ലോ പറഞ്ഞത്.
ശ്രുതി എന്നാലും വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി അതല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അറിയാമല്ലോ, എന്തായാലും അത് ജനറൽ ചെക്കപ്പ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നിനക്ക് കൂടുതൽ ഡൗട്ടാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, നീ പോയി ചെക്കപ്പ് ചെയ്യുമെന്ന് പറയുകയാണെ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രുതി അപ്പോഴേക്കും ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിയോട് ഇരിക്കുന്നുണ്ട്, അതെങ്ങനെയാ ശ്രുതി നീ ഇത്ര ഉറപ്പിച്ചിങ്ങനെ പറയുന്നത്? ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീയല്ലേ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത്, അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നീ പോയി ചെക്കപ്പ് ചെയ്യുക, എനിക്ക് എൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് പറയുകയാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ഒരു മെഡിക്കൽ ചെക്കപ്പ് പോലും എടുക്കാതെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാ അപ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി അങ്ങ് നിർത്തുകയാണേ. എന്നാൽ ശ്രുതി അതേ കയറി അങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താ നീ അപ്പോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തി കളഞ്ഞത്? ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, അതെ നീ നീലിമയും കൂടിയിട്ട് ലിവിങ് ടുഗദറിലായിരുന്നല്ലോ, ആ സമയത്ത് നീലിമ വല്ലോ കൺസീവ് ആയിട്ടുണ്ടായിരുന്നു, നീ ഇത്ര കോൺഫിഡൻറ്റോടുകൂടി പറയാമെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ എന്താ ഇപ്പൊ ചോദിച്ചത്? എനിക്ക് എൻ്റെ മേലുള്ള വിശ്വാസം, അതാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞത്. എന്നാൽ നീ ഇത്രയും ചീപ്പായിട്ട് സംസാരിക്കുന്നു ചിന്തിക്കുന്നു കൂടിയിട്ട് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുകയാണേ. ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, എന്താ ശ്രുതി നീ ഉദ്ദേശിച്ചത്? ഞാനും നീലിമയും തമ്മിൽ ലിവിങ് ടുഗദറിലായിരുന്ന സമയത്ത് അവള് പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ അബോർഷൻ ചെയ്തോന്നും വല്ലതും ആണോ? നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണേ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ആണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, നീ അതിനിപ്പോ ഇത്ര ചൂടാകുന്ന എന്തിനാണെന്നേ? എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ഓ ഞാനിപ്പോ ദേഷ്യപ്പെട്ടതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഈ ചോദ്യം ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നെങ്കിലോ എന്തായിരിക്കും നിന്റെ പ്രതികരണം എന്ന് ചോദിക്കുകയാണെ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരുവാണ്. ശ്രുതി ചാടി അങ്ങോട്ട് എണീറ്റ് വന്നിട്ട് ശ്രുതിയുടെ കോളറിനങ്ങ് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ. എന്താ ശ്രുതി, എന്താ നീ പറഞ്ഞത്? നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് റൈസ് ആവുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കൈ ഇങ്ങനെ പിടിച്ചങ്ങ് മാറ്റി വിട്ടിട്ട്, ഇപ്പം നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അത് തന്നെയല്ലേ എനിക്കും ദേഷ്യം വന്നത്. ഞാൻ വിവാഹത്തിന് മുമ്പ് കൺസീവ് ആണോന്ന് നിന്നോട് ചോദിച്ചപ്പോൾ നിനക്ക് ദേഷ്യം വന്നു, പിന്നെ എനിക്ക് മാത്രം എന്താ ദേഷ്യം വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. വീണ്ടും ശ്രുതി ഇങ്ങനെ അങ്ങ് പറയാണ് കേട്ടോ. ശ്രുതി നീയെ വിവാഹത്തിന് മുമ്പ് ലിവിങ്ങിലായിരുന്നോ, അല്ല മറ്റാരുടെയെങ്കിലും കൂടെ ജീവിച്ചിട്ടുണ്ടോ, അതിൽ ഒരു കുട്ടിയുണ്ടോ എന്നൊക്കെ എനിക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ നിർത്തിക്കോ ചേന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയി അങ്ങ് ഇരിക്കുകയാണേ. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ശ്രുതി ഞാൻ അങ്ങനെ തിരിച്ചു ചോദിച്ചപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടായില്ലേ, അപ്പോൾ ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കിത് പ്രശ്നമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, എന്നാലും നീ വിവാഹം കഴിച്ച് താലി കെട്ടിയ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്? എന്നാലും നീ ഇത്രയ്ക്ക് ചീപ്പായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി കരഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മുടെ ശ്രുതി അങ്ങ് താഴുന്നുണ്ട് കേട്ടോ. താൻ എന്തോ വലിയ തെറ്റാണല്ലോ ചോദിച്ചെന്നുള്ളത് ശ്രുതിക്ക് ഇങ്ങനെ കുറ്റബോധം തോന്നുന്നുണ്ട്. ശ്രുതി നീ കരയല്ലേ, അതിനിപ്പോൾ നീ ഇമോഷണൽ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറഞ്ഞത്? നീ ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ ഞാനും തിരിച്ചു ചോദിച്ചതെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണെ. നീ ഇനി എൻ്റെ മുഖത്തോട്ട് പോലും നോക്കണ്ട, നീ ഇനി എൻ്റെ അടുത്ത് സംസാരിക്കണ്ട, നീ മാറിപ്പൊക്കോന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ മാറ്റി വിട്ടിട്ട് ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ശ്രുതി നീ കരയല്ലേ, ഞാൻ ഇതിനു വേണ്ടി ഇമോഷണൽ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ശ്രുതി നീ ഇപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? നീ പെർഫെക്റ്റും ഞാനിപ്പോൾ അല്ലാത്ത ചീപ്പും ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ഇത്ര ഇമോഷണൽ ആവല്ലേ, എൻ്റെ ശ്രുതിയെ എനിക്ക് നല്ല വിശ്വാസമാണ്, എൻ്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ശ്രുതിനെയും എനിക്ക് വിശ്വാസമാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. നിനക്കല്ലേ എന്നെ വിശ്വാസം ഇല്ലാത്തത്, അതുകൊണ്ടല്ലേ നീ എന്നോട് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, സോറി ശ്രുതി, ഞാനും ശ്രുതിയോട് ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ തന്നെ പിടിച്ചിട്ട് ശ്രുതിയുടെ മുഖത്ത് ഇങ്ങനെ മാറി മാറി അടിക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ശ്രുതി, എന്തിനാ, എന്നാലും നീ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി
നിന്നോട് ഞാൻ വിവാഹത്തിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ? നീലിമയുടെ കാര്യമാണെങ്കിലും ഞാൻ തന്നെയല്ലേ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബിസിനസ് പരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിന്നോട് ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അത് നിനക്ക് വിഷമമാകണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ്. എന്നാലും നീ എന്നോട് ഇങ്ങനെ ചോദിച്ചല്ലോ എന്നിങ്ങനെ ശ്രുതി വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. സോറി ശ്രുതി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മതി ശ്രുതി, എന്നെ കുറച്ച് നേരത്തേക്കിന് വെറുതെ വിടെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി പോരുകയാണ് കേട്ടോ. രാത്രിയായിട്ടും ഉറങ്ങാതെ തന്നെ ശ്രുതിയാണെങ്കിൽ ഡൈനിങ് ഹാളിൽ വന്നിരിക്കുന്ന കണ്ടിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താടാ ശ്രുതി, നീ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ലമ്മേ, എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയാനേ. അല്ല, നിനക്ക് രാവിലെ എന്തോ ബിസിനസ് പരമായിട്ട് ഡീലേഴ്സിനെ കാണാനുണ്ട്, നേരത്തെ പോകണം, അതുകൊണ്ട് നേരത്തെ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണേ. എന്നാ ചന്ദ്രമതിയെ പറഞ്ഞിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി പോകുന്നില്ല കേട്ടോ. എന്താ ശ്രുതി നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ചന്ദ്രമതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ കാര്യം എന്താന്ന് വെച്ചാ, ആ സച്ചി എന്തെങ്കിലും നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണേ. ഇല്ലമ്മേ, ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും വീണ്ടും ചന്ദ്രമതി ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ശ്രുതിയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ശ്രുതിക്ക് എപ്പോഴും സ്വപ്നത്തിൽ കുട്ടികളെ കുറിച്ചാണെന്ന്, എനിക്ക് മൾട്ടി മില്യനർ ആവുന്നതിനെ കുറിച്ചുമാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ശ്രുതി എന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് നാളെ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യാന്ന്, അതിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞു എന്ന് പറയാനേ. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ശരിയാണല്ലോ, അതിന് നിങ്ങളിപ്പോൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? നിങ്ങൾക്ക് പ്രായമൊന്നും കൂടി പോയിട്ടില്ലല്ലോ, രണ്ടുപേരും നല്ല ആരോഗ്യത്തോടു കൂടി അല്ലേ ഇരിക്കുന്നതെന്ന് ചോദിച്ച് ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ഇത് തന്നെയാണമ്മേ ഞാനും അവളോട് പറഞ്ഞത്, എനിക്ക് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അതെന്താ ഇത്ര കോൺഫിഡൻസ് ഉണ്ടാവാനായിട്ട്? ഞാനും നീലിമയും കൂടി ലിവിങ്ങിലായിരുന്ന സമയത്ത് നീലിമ പ്രഗ്നൻ്റ് ആയിരുന്നോ, അതുകൊണ്ടാണോ എനിക്കിത്ര കോൺഫിഡൻസ് എന്ന്? ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് അങ്ങ് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്താടാ നീ പറഞ്ഞത്? അവൾ അങ്ങനെ ചോദിച്ചോ എന്ന് ചോദിക്കുകയാണേ. ശ്രുതിയപ്പോൾ പറയുന്നുണ്ട്, അതേമ്മേ, അവൾ എന്നോട് അങ്ങനെ ചോദിച്ചു, അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി എന്ന് പറയാനേ. അപ്പോഴേക്കും ചന്ദ്രമതിയും പറയുന്നുണ്ട്, ആഹാ, ഇവള് ഒരു ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ചോദിച്ചോ? ഇവള് എന്ത് നല്ല കുട്ടിയായിരുന്നു, ഇവയ്ക്കിപ്പോൾ എന്താ പറ്റിയത്? എന്തായാലും ഇതിങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, നീ വാടാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കുക കേട്ടോ ചന്ദ്രമതി. ശ്രുതിയപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേനെ? അത് അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇങ്ങനെ ചോദിച്ച് പിന്നെ അവൾക്ക് ഭർത്താവിൻ്റെ മേലെ ഒരു മര്യാദ ഇല്ലാതായി പോവും. നീ എന്തായാലും എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് ശ്രുതിയെയും കൂടിയിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി എന്ന് വിളിക്കുന്ന സമയത്ത് കയറി വാ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ശ്രുതി, എന്തായാലും ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ കരുതിയില്ല, നീ കുറച്ച് പക്വതയുള്ള കുട്ടിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്ന്. എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഞാൻ എന്ത് പറഞ്ഞെന്നാ നിങ്ങൾ പറയുന്നത്? ചന്ദ്രമതി അപ്പോൾ പറയുന്നുണ്ട്, ശ്രുതിയുടെ അടുത്ത് നീ എന്ത് വർത്തമാനമാണ് പറഞ്ഞത്? നീ ഇങ്ങനെയൊന്നും ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല. നിന്നെ ഞാൻ ഇത്ര സ്നേഹത്തോടെയും മര്യാദയോടും കൂടിയിട്ടാണ് നിന്നെ കണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശ്രുതി പോയിട്ട് എല്ലാ കാര്യങ്ങളും ചന്ദ്രമതിയുടെ അടുത്ത് പറഞ്ഞെന്ന്. അപ്പോൾ തന്നെ ശ്രുതിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി നീ എന്തായാലും അങ്ങനെ ചോദിച്ചത് ഒരിക്കലും ശരിയായില്ല. പിന്നെ ഇവനാണെങ്കിൽ നീയെന്ന് വെച്ചാൽ ജീവനാണ്. വിവാഹത്തിന് മുമ്പ് അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവളൊരു കള്ളി ആയതുകൊണ്ട് തന്നെ അവൾ ആ പൈസയും കൊണ്ട് മുങ്ങുകയും ചെയ്തു. എന്നാൽ ആ കാര്യങ്ങളൊന്നും നിന്റെ അടുത്ത് മറച്ചു വെച്ചില്ലല്ലോ. സാധാരണയായിട്ട് വിവാഹത്തിന് മുമ്പ് പലരും ഇങ്ങനെ സ്നേഹത്തിലൊക്കെ ഉണ്ടാവും. എന്നാൽ ആ കാര്യങ്ങളെല്ലാം നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് നീ അവൻ്റെ അടുത്ത് എന്ത് ചോദ്യമാണ് ചോദിച്ചത്? അവള് ഗർഭിണിയായിരുന്നോന്നോ? എന്നാലും നീ ഇങ്ങനെയൊക്കെ ചോദിച്ചല്ലോ എന്നൊക്കെ പറയാനേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അത് എനിക്കൊരു തെറ്റുപറ്റി പോയതാണെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ മതിയമ്മേ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയെ ഇങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി ഈ വീട്ടിൽ ശ്രുതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നത് ഞാനാണ്. പിന്നെ ഈ വീട്ടിൽ നിനക്ക് എന്താണ് ഒരു കുറവ്? സച്ചിയെ പോലെ കുടിച്ചിട്ട് വന്ന് ഇവൻ വല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവൻ നിന്നെ നല്ല രീതിയിൽ നോക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ, നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നില്ലേ? പിന്നെ നിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല ആൻറ്റി, എനിക്കൊന്നുമില്ല, എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്.
ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി നോക്കിക്കോ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്തായാലും ഇവനെ നീ സംശയിച്ചത് ഒരിക്കലും ശരിയായില്ല. പിന്നെ നീയും പുറംനാട്ടിലൊക്കെയാണല്ലോ പഠിച്ചു വളർന്നത്. അപ്പോൾ നിനക്കാരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ? നീ മറ്റൊരു നിനക്ക് ആ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് ഞങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതിക്കൊരു ഷോക്ക് ആവുന്നുണ്ട്. കാരണം അത് സത്യമാണല്ലോ. എന്നാൽ ശ്രുതി പെട്ടെന്ന് തന്നെ ആ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. ഈ സമയം ശ്രുതിയുടെ മനസ്സിൽ കൂടെ പെട്ടെന്നൊരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അമ്മയും മോനും ഒരുപോലെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത്. എന്തായാലും ഇവർക്ക് ഇങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവാൻ ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ, നീ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണെ. പെട്ടെന്ന് തന്നെ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, ആൻറ്റി നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ആൻറ്റി അത് അതുപോലെയാണോ? അവര് ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചവരല്ലേ, അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ചന്ദ്രമതിക്കും പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ചന്ദ്രമതി അപ്പോൾ പറയുന്നുണ്ട്, ശ്രുതി നോക്ക്, അവരങ്ങനെ തന്നെ ആയിരുന്നെങ്കിലും എൻ്റെ മോനെ തങ്കപ്പെട്ട മകനാണ്, അവരങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു, ഞാൻ എൻ്റെ മകനെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നതെന്ന് പറയാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശരി ആൻറ്റി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച സമയത്ത് ഇല്ല എന്ന് ശ്രുതിക്ക് മറുപടി പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിപ്പോ ശ്രുതി ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണെ. അപ്പോഴേക്ക് ചന്ദ്രമതിക്കും പെട്ടെന്ന് അങ്ങ് ഇതായല്ലോ. കാരണം അവർ ഒന്നിച്ച് താമസിച്ചല്ലെന്ന് ചോദിക്കുമ്പോൾ മറുപടിയൊന്നുമില്ല. ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ശ്രുതി അതിപ്പോ വലിയ പ്രശ്നമൊന്നുമല്ല, എന്നാലും നീ ഒരിക്കലും ശ്രുതിയുടെ അടുത്ത് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണേ. വീണ്ടും ചന്ദ്രമതി ഇങ്ങനെ തിരിഞ്ഞെന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പിന്നെ ഈ വീട്ടിൽ നിങ്ങൾ തമ്മിലാണ് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, അതങ്ങനെ തന്നെ വേണം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഡോക്ടറുടെ ചെക്കപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട, കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്നങ്ങ് പോവാണേ. ചന്ദ്രമതി പോയ പുറകെ തന്നെ അങ്ങ് ശ്രുതിയും ചെല്ലുന്നുണ്ട് കേട്ടോ. അമ്മ എന്തോ വലിയ ചോദ്യം ചോദിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് വലിയ ദേഷ്യം കാണിച്ചു പോയിട്ട് എന്താ അമ്മ മിണ്ടാതിങ്ങ് പോന്നേന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് കഥക് അങ്ങ് അടയ്ക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നോണം, കണ്ടവളുമാരുടെയൊക്കെ പുറകെ ഊരു ചുറ്റാൻ പോയി നടന്നിട്ട് അവള് ചോദിച്ചതിനാണോ നിനക്കിപ്പോൾ കുറ്റം? നീ ഒറ്റയിരുത്ത കാരണമാണ് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. സുധിയപ്പ അമ്മയെ അതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, അല്ലടാ അവളിപ്പോ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിന്റെ അടുത്ത് ചോദിച്ചതെന്ന് പറയാണേ. സുധി പറയുന്നുണ്ട്, അതമ്മേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കുട്ടികളുണ്ടാകുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അതൊന്നും അല്ലടാ, ഇപ്പൊ അവള് ചോദിച്ചതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടല്ലോ എന്ന് പറയാണേ. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അമ്മ എന്താ പറയുന്നേ? അതേടാ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിവാഹത്തിന് മുമ്പേ സംസാരിച്ചിട്ടുള്ളതാണല്ലോ. ഇതുവരെ ചോദിക്കാത്ത ചോദ്യം നിന്റെ അടുത്ത് ഇന്ന് ചോദിക്കണമെങ്കിൽ അവള് എന്തോ മനസ്സിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും അവളെ കുറിച്ചിട്ട് നമുക്ക് വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അവൾ എങ്ങനെയാണ് ജീവിച്ചത്, എവിടെയാണ് ജീവിച്ചതെന്ന് പോലും നമുക്കറിയില്ല. കുറച്ച് നാൾ മുമ്പ് മാത്രമാണല്ലോ അവളെ നമുക്ക് അറിയാവുന്നതെന്ന് പറയണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ശ്രുതിയെ സംശയിക്കണ്ട, അവൾ എൻ്റെ അടുത്ത് ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കാറില്ലെന്നേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും, എന്നാൽ അവൾ എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറയുന്നെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലെന്ന് പറയുകയാണേ. എന്നാ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേടാ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നീ പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് അവളെല്ലാം നിന്നോട് പറയുന്നെന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ. എന്തായാലും നീ സമാധാനമായിട്ട് ഇപ്പോൾ പോയി കിടന്നുറങ്ങ്, പതുക്കെ അവളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു നോക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് ശ്രുതിയെക്കുറിച്ച് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ശ്രുതിയെക്കുറിച്ചുള്ള ബാക്കി രഹസ്യ അന്വേഷണങ്ങളുമായിട്ട് ചന്ദ്രമതി മുന്നോട്ട് പോവോ, അതായത് ഇവിടം കൊണ്ട് അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡുമായിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.